നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ചു സംഗതികൾ നടക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടിയാലോചിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇതിന് പിന്നിൽ കളിക്കുന്ന ആരൊക്കെയോ ഉണ്ട് എന്ന് വ്യക്തമാകുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് അവന്തിക, ട്രാൻസ്ജെൻഡറായ അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രമാധ്യമങ്ങളെ കണ്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഒരു വോയിസും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിടുകയാണ്. നേരത്തെ അവന്തിക പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് ഹൈദരാബാദിലോ അതുപോലെയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ക്ഷണിച്ചു, തന്നെ ബലാത്സംഗം ചെയ്യണം അവിടെ വെച്ച് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട അവന്തികയുടെ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചത്, അതിൽ പറയുന്നത് രാഹുൽ ചേട്ടനെതിരെ ആരോപണം ഉന്നയിക്കുവാൻ തന്നെ ആരോ പ്രേരിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം ഇത് ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടി അവന്തികയെ പത്രപ്രവർത്തകർ, ദൃശ്യമാധ്യമ പ്രവർത്തകർ വിളിക്കുമ്പോൾ അവന്തിക ആകെ ഉരുണ്ട് കളിക്കുന്ന ഒരു സംഗതിയാണ് കാണുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പേ അയച്ച വോയിസ് ആണ്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ രീതിയിൽ ഉരുണ്ട് കളിക്കുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് അവന്തിക ഈ മാധ്യമപ്രവർത്തകർ വിളിപ്പിക്കുമ്പോൾ കാണിക്കുന്നത്. അത് നമുക്ക് വ്യക്തമാകുന്നത് അവന്തികയ്ക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം സന്ദേശം അയച്ച രാഹുൽ ചേട്ടനെതിരെ ആരോപണം ഉന്നയിക്കുവാൻ ആരൊക്കെയോ തന്നെ പ്രേരിപ്പിക്കുന്നു എന്നു പറയുന്ന അവന്തിക അതിനുശേഷം ഇങ്ങനെ ഉണ്ടായോ എന്ന് ഒരു പത്രലേഖകൻ വിളിച്ചു ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുന്ന അവന്തിക, രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ സുഹൃത്താണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്കെതിരെ ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സമീപനം, ലൈംഗികമായി സമീപിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ എനിക്കറിയാം, ഇവിടെ കോടതിയുണ്ട്, ഇവിടെ സംഘടനാ സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന അവന്തിക അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണമായി പോവുകയാണെങ്കിൽ അതിനു പിന്നിൽ ശക്തമായ കൈകളുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം. മറ്റൊന്ന്, ഇതിനുശേഷം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവന, ഈ അവന്തികയുടെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതിനു ശേഷം പത്രമാധ്യമ പ്രവർത്തകർ അവന്തികയുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവന്തിക ആകെ തപ്പിത്തടയുന്ന, സ്വന്തം കാര്യങ്ങൾ ന്യായീകരിക്കുവാൻ പാടുപെടുന്ന, അന്നും ഇന്നും ചെയ്ത പ്രവർത്തികൾ തമ്മിലുള്ള അന്തരങ്ങൾ ന്യായീകരിക്കാൻ പാടുപെടുന്ന ഒരു സമീപനം ആ വിളിയിൽ നമുക്കറിയാം. ആകെ തപ്പിത്തടയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെയാണ് റിനി ജോർജിന്റെ കാര്യം എടുത്താൽ റിനി ജോർജ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും തന്റെ സുഹൃത്താണ്, അയാളെ നേർവഴിയിലേക്ക് നയിക്കുക തന്റെ നിയോഗമാണ് എന്ന രീതിയിലൊക്കെയാണ് റിനി ജോർജ് സംസാരിക്കുന്നത്. ഒരാള് തങ്ങളോട് ലൈംഗിക ചുവയോട് സമീപിക്കുകയോ സ്പർശിക്കുകയോ ചെയ്താൽ ഏതൊരു പെണ്ണിനാണ് അയാളെ വീണ്ടും സുഹൃത്തായി നിലനിർത്താൻ കഴിയുക? എന്നെ സംബന്ധിച്ച് അങ്ങനെ കഴിയില്ല. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ നമ്മൾ മോശമായി തന്നെയാണ് ചിത്രീകരിക്കുന്നത്. കാരണം ഒരു പെണ്ണിന്റെ അവളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സ്പർശിക്കുകയോ ഡയലോഗ് വിടുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്ന ഒരാളെ, അയാൾ ഇനി കുടുംബത്തിലിട്ട ആളായാലും ശരി, അല്ലെങ്കിൽ അയാൾ നമ്മുടെ മേലിൽ സ്വർണം വാരി ചൊരിയുന്ന ആളായാലും ശരി, നമ്മളെ സ്വർണ്ണ കിരീടം ചൂടിപ്പിക്കുന്ന ആളായാലും ശരി, ഒരു ആത്മാഭിമാനമുള്ള ഒരു പെണ്ണിന് അയാളുടെ സൗഹൃദ ബന്ധം പുലർത്തുവാൻ കഴിയില്ല. റിനി ജോർജ് പറയുന്നു അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും തന്റെ സുഹൃത്താണെന്ന്. അപ്പോൾ തന്നെ ഈ രണ്ടുപേരുടെയും ആരോപണങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു പൊതു സ്വഭാവവും നമുക്ക് വ്യക്തമാണ്. മൂന്നാമതൊരാൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഹണി ഭാസ്കർ ആണ്. ഹണി ഭാസ്കർ എന്ന് പറയുന്ന പ്രവാസിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് മൂന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിനെയും അതിൽ എയിം ചെയ്യുന്നുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യം ഷാഫി പറമ്പിലിനോട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു എന്നാണ്. ഇത്തരം ഒരു പീഡന ശ്രമം ഉണ്ടാകുമ്പോൾ ഷാഫി പറമ്പിലല്ല പരാതി നൽകേണ്ടത്. കാരണം ഷാഫി പറമ്പിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയല്ല, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോ അല്ല. അതിന് കേരളത്തിൽ നിയമ സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല ഹണി ഭാസ്കർ എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമാണ്. അവർക്ക് കേരളത്തിലെ മന്ത്രിമാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പേജൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാരും ഡിവൈഎഫ്ഐ നേതാക്കന്മാരുമായിട്ടൊക്കെ അവർ ഫോട്ടോ എടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഏർപ്പെടുന്നതുമായ ഒരുപാട് വീഡിയോകളുണ്ട്. അപ്പോൾ അവർക്ക് ഇടതുപക്ഷവുമായി ഇടതുപക്ഷ സംഘടനകളുമായി ഒക്കെ വളരെ വ്യക്തമായ ബന്ധമാണുള്ളത്. അവർ പരാതിപ്പെടേണ്ടത് ഷാഫി പറമ്പിൻ്റെ അതല്ല. ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വ്യക്തമായി തന്നെ എയിം ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങളാണ് ഇതിൽ നിലനിൽക്കുന്നത് എന്നത് കാര്യത്തിൽ വസ്തുതയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തത വരുത്തേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഗർഭചിത്രം നടത്തണം എന്നതുമായി ബന്ധപ്പെട്ട്
ഒരു പെൺകുട്ടിയെ ഫോൺ വിളിക്കണമെന്നും ആ ഗർഭചിത്രം നടത്തണം, അല്ലെങ്കിൽ അത് തന്റെ ഭാവി തകരുന്നതിന് കാരണമാകും എന്നൊക്കെ പറയുന്നതാണ്. അതിന് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്ലാരിഫൈ ചെയ്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായി ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് വിമുക്തനാകും. പക്ഷെ ആ പെൺകുട്ടിയെ ആരൊക്കെയോ പ്രേരിപ്പിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് തോന്നാൻ തക്കവണ്ണം ചില വീഡിയോകൾ അല്ലെങ്കിൽ ചില ശബ്ദശകലങ്ങളൊക്കെ ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി നടത്തുന്ന ഫോൺ സംഭാഷണത്തിന് പിന്നിലും ഉണ്ട് എന്ന ചില സംശയങ്ങൾ മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ചും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ പുറത്തുവിടുന്നു എന്നതും ഒരു വസ്തുതയാണ്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരാളെന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ ചാനൽ ആൻഡോയാണ്. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം നമുക്കറിയാം. കാരണം മരമുറി കേസിലൊക്കെ അകത്ത് കിടന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിഹത്യ ചെയ്യുന്നതിൽ മുന്നോട്ട് നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത്. അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിയും ഒക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ, ഒരു മാസം പോലുമായിട്ടില്ല, ശോഭാ സുരേന്ദ്രൻ BJPയുടെ നേതാവ് പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഇത്തരം ആരോപണങ്ങളൊക്കെ ആർക്കെതിരെയും എപ്പോഴും ഉന്നയിക്കാൻ പറ്റുന്നതാണ്. അതിന് പരാതി കൊടുക്കണം, അല്ലെങ്കിൽ പരാതി പോലീസ് അന്വേഷിക്കണം, അതിനുശേഷം കോടതി അവരെ ശിക്ഷിക്കണം. അതുവരെ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും നിരപരാധികളാണ് എന്ന ബോധം ഈ ആൻഡോയ്ക്കൊക്കെ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ആൻഡോ പറയുന്ന ഒരു കാര്യം, കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് എന്ത് അവകാശമാണ്? ഇ അഹമ്മദൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇ അഹമ്മദ് മരിച്ചുപോയി എന്ന കാര്യം പോലും കേരളത്തിലെ പ്രമുഖനായ ഒരു ചാനലിന്റെ മുതലാളിക്ക് അറിയില്ല. ഇ അഹമ്മദും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് മരമുറി ആൻഡോ പറയുന്നത്. എന്തായാലും മരമുറി ആൻഡോ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു അറിവ്. അദ്ദേഹമൊക്കെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇക്കാര്യത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നത് വളരെ വിരോധാഭാസമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ആരോപണങ്ങൾക്ക് വ്യക്തത വരുത്തണം. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ, ജനങ്ങളുമായി ഇടപെടുന്ന ആള് എന്ന രീതിയിൽ അദ്ദേഹം ഇതിന് വ്യക്തത വരുത്തണം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ 2-3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ച് ആലോചിക്കുമ്പോൾ വ്യക്തത വരുന്നുണ്ട്. കാരണം ഒന്ന്, ഹണി ഭാസ്കറിന്റെ ആരോപണമായി അവർ പരാതി കൊടുക്കേണ്ടത് കേരള പോലീസിനാണ്, ഷാഫി പറമ്പിലിനല്ല. 2, റിനി ജോർജ് അവർ പറയുന്നു അവർക്ക് നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപമര്യാദയെ പെരുമാറിയിട്ടും അദ്ദേഹത്തെ ഇപ്പോൾ സുഹൃത്തായി തന്നെ തുടരുന്നു, അദ്ദേഹവുമായി സൗഹൃദ ബന്ധം തുടരുന്നുവെന്ന്. അത് എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല. കാരണം നമ്മോട് അപമര്യാദയെ പെരുമാറിയ, നമ്മോട് സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത ഒരാളെ എങ്ങനെയാണ് വീണ്ടും സുഹൃത്തായി പരിഗണിക്കുക എന്ന കാര്യം മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, ഈ അവന്തിക അവരുമായിട്ടുള്ള ഈ ചാറ്റിന്റെയൊക്കെ സത്യാവസ്ഥ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നതുകൂടി അത് വ്യക്തമാകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ആ ഗർഭചിത്രം നടത്തുവാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ സത്യാവസ്ഥ കൂടി പുറത്തുവിടുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് നിരപരാധിയായി പരിഗണിക്കാം എന്നു തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയിൽ ഈ അവസരങ്ങൾ മുതലാക്കുവാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തുവാൻ നടത്തുന്നത് ശ്രമങ്ങൾ. അത് ഒരിക്കലും നമുക്ക് അനുകൂലിക്കുവാൻ പറ്റില്ല. കാരണം കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നിച്ചു നിൽക്കുവാനാണ് ശ്രമിക്കേണ്ടത്. അദ്ദേഹം കോടതിയുടെ അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനാണെന്ന് തെളിയുന്നത് വരെ ഒന്നിച്ചു നിൽക്കുക. തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിയമ നടപടികൾക്ക് വിധേയനാകാൻ നിർബന്ധിക്കുക. അതാണ് ഉത്തമനായ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹയാത്രികൻ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.